മശ്രിഖിലുള്ളവരാണെങ്കിൽ മഗ്രിബിലുള്ളവരാണെങ്കിൽ വ്യത്യാസമില്ലാതെ ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും മുഅ്മിനീങ്ങളോട് ഖൽബറിഞ്ഞ ഒരു സ്നേഹം നിലനിർത്തി ജീവിക്കുക എന്നത് അല്ലാഹു ഉണ്ടാക്കിയ ഒരു അഖ്ദാണ്, ഒരു വ്യവസ്ഥയാണ്. അതാ അഖ്ദുല്ലാഹു ബൈനൽ മുഅ്മിനീന. മുഅ്മിനീങ്ങൾക്കിടയിൽ അല്ലാഹു ഉണ്ടാക്കിയ ഒരു ഉടമ്പടിയാണ്, വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥയെ സംരക്ഷിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ മശായിഖുമാർ, പൂർവികർ, സയ്യിദുമാർ, ആലിമീങ്ങൾ, ആരിഫീങ്ങൾ, ആബിദീങ്ങളാകുന്ന ആളുകളാണ് ഈ ഒരു സംവിധാനത്തെ ഈ രൂപത്തിലേക്ക് എത്തിക്കാൻ നമുക്കൊക്കെ പ്രചോദനമായിട്ടുള്ളത്. അബ്ദുർ റഹ്മാൻ ഉസ്താദ് വിഷയം അവതരിപ്പിക്കുമ്പോൾ നല്ല ജാഗ്രത വേണമെന്ന്, എക്സ്ട്രാ ജാഗ്രത വേണമെന്ന് പറഞ്ഞു. ഇത് പറയുമ്പോൾ അതിനെ ഏതു തരത്തിലും നമുക്ക് വിലയിരുത്താനും വ്യാഖ്യാനിക്കാനും കഴിയും. പുതിയ കാലം അങ്ങനെയാണ്. പുതിയ കാലത്ത് അള്ളാഹുവിനെ പറ്റി ഒരാൾ വഴുതു പറഞ്ഞാലും തെറ്റിദ്ധരിക്കും. മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ആരെ പറ്റി പറഞ്ഞാലും. ഞാനിപ്പോൾ കഴിഞ്ഞ 2-3 വർഷത്തിനിടയിൽ സംസാരിക്കുമ്പോൾ അറിയാതെ ഇമാം മഹ്ദി റളിയല്ലാഹുവിനെ പറ്റി പറയാറുണ്ടായിരുന്നു. ഇനി പറയാൻ പേടിയാണ്. നമ്മൾ മനസ്സിൽ കരുതാത്തത് ജനങ്ങൾ വായിക്കും. ഏത് വിഷയത്തിലും വരെ ജാഗ്രത വേണമെന്ന് പറയുമ്പോഴേക്ക് വരെ മനുഷ്യന്മാരെന്ത് ചെയ്യും? ശരി ധരിച്ചോളുന്നില്ല, തെറ്റേ ധരിക്കുള്ളൂ. അങ്ങനത്തെ ഒരു കാലമാണ്. പക്ഷെ ലോകത്തുള്ള എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചാലും എൻ്റെ റബ്ബ് എന്നെ അതിൻ്റെ പേര് സൂക്ഷിക്കൂല. ഞാൻ വേറെ ആരെങ്കിലും ഒരാളെ തെറ്റിദ്ധരിച്ചാൽ എൻ്റെ റബ്ബ് എന്നെ സൂക്ഷിക്കുകയും ചെയ്യും. ഈ ബോധമായിരിക്കണം SOSന്റെ മെമ്പർഷിപ്പ് എടുക്കുന്നതിലൂടെ ഈ 5 ലക്ഷം ആളുകളുടെ കൽബിലേക്ക് നമ്മൾ കൊടുക്കേണ്ടത്. ഞാനങ്ങനെ പറഞ്ഞാൽ, ഞാനിങ്ങനെ ചെയ്താൽ, ഞാൻ അങ്ങനെ പോയാൽ, ഞാൻ അവിടെ എത്തിയാൽ, ഇന്ന ആളെ കൈ പിടിച്ചാൽ, ഇന്ന പോസ്റ്റ് ഞാൻ ലൈക്ക് അടിച്ചു പോയാൽ, ഇങ്ങനെ തുടങ്ങിയിട്ട് ആളുകൾ എന്നെ എന്ത് ധരിക്കും? ഇതാണ് ജനങ്ങൾക്ക് ആശങ്ക. അതേസമയത്ത് ഒരു ഈമാനുള്ളവന്റെ പരിശുദ്ധമായ മനസ്സ്, ആ മനസ്സ് അല്ലാഹുവിനെ ഭയപ്പെടുന്ന മനസ്സായിരിക്കണം. ഒരാളെയും ഉപദ്രവിക്കുന്ന മനസ്സാവരുത്. നമ്മുടെ ഈസ്റ്റ് ജില്ലയിലെ ഏകദേശം 1000-ഓളം വരുന്ന യൂണിറ്റുകളിലെ ഈ പ്രവർത്തനങ്ങൾക്ക് മുഴുവനും നേതൃത്വം നൽകാൻ അല്ലാഹു തൗഫീഖ് തന്ന ഈ പ്രഥമ യോഗത്തിലേക്ക് വരാൻ അവസരം തന്ന നമ്മൾ ചിന്തിക്കുക. SOS കാരണം ഈ ദീനീ പ്രബോധന പ്രവർത്തനത്തിൽ ഒരു അംഗത്വം എടുപ്പിക്കുന്നത് കാരണം അള്ളാഹുവിനാണോ നമ്മുടെ ഇഷ്ടമുണ്ടാവുക, പിശാചിനാണോ നമ്മുടെ ഇഷ്ടമുണ്ടാവുക? ഖുദ്സിയായ ഹദീസിലൊക്കെ ചില പ്രവർത്തനങ്ങളെ ഫഖദ് അഗ്ളബത റഹ്മാൻ, നീ റബ്ബിനെ ദേഷ്യം പിടിപ്പിച്ചവനായി എന്ന് പറയുന്നത്. അതേ സ്ഥലത്ത് തന്നെ ഫഖദ് അഗ്ളബത ശൈത്വാൻ, നീ പിശാചിനെ ദേഷ്യം പിടിപ്പിച്ചവനാണ് എന്ന് പറയുന്നു. 25 മെമ്പർഷിപ്പ് ഒരു പ്രദേശത്തുണ്ടെങ്കിൽ അവിടെ ഒരു പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ട്രഷറർ അടക്കമുള്ള ഒരു പ്രത്യേകമായ യൂണിറ്റ് സംവിധാനം കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ ഉസ്താദ് 25 ആളെ കിട്ടുന്നില്ല എന്ന് പറയുന്ന സ്ഥാനത്ത് പകരം ഇനി വരാൻ പോകുന്നത് മെമ്പർഷിപ്പ് കൊടുത്തിട്ട് തികയുന്നില്ല എന്ന അവസ്ഥയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ എന്തൊന്നില്ലാത്ത ഒരു വീറും വാശിയും. ഇത് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തലാകുമോ എന്ന് ചിന്തിക്കേണ്ടത് നമ്മളാണ്. എൻ്റെ മൊബൈൽ ഫോണിൽ ഞാൻ പരിശോധിക്കുമ്പോൾ ചില ആളുകളെ നമ്പറൊക്കെ എടുക്കുമ്പോൾ അറിയാതെ വേറെ ചില ആളുകളെ നമ്പർ കാണേണ്ടി വരും. പക്ഷെ മരണപ്പെട്ട ആളുകളുടെ നമ്പർ ഞാൻ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നേക്കാൾ പ്രായമുള്ള ആളുകളൊക്കെ മരിച്ചുപോയി. ഇവര് രോമം പോലും നിരക്കാത്ത ആളുകൾ മരിച്ചുപോയിട്ടുണ്ട്. ഞാൻ കുറഞ്ഞ കാലം അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഖബറിൽ വെളിച്ചമാകാനും, എനിക്ക് സ്വർഗം ലഭിക്കാനും, എനിക്ക് നരകം ഹറാമാകാനും, അത്തരം ഒരു സൽഗുണം എനിക്ക് ലഭിക്കാനുമായിരിക്കണം എന്ന വിചാരം എനിക്കുണ്ടാവണം എന്ന് ചിന്തിക്കേണ്ട കാലമാണിത്. ഇനിയുള്ള കാലം കൂടുതൽ നമ്മൾ വേണമെന്ന് പറയേണ്ടത് സ്വന്തത്തോട് മാത്രമായിരിക്കണം.
പൊതുജനങ്ങളോട് പറയുന്നതിലേറെ സ്വന്തത്തോട് വേണമെന്ന് പറയേണ്ട കാലമാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതുകൊണ്ട് സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ ദീനിനു വേണ്ടി പ്രവർത്തിച്ച സ്വഹാബികളുണ്ടല്ലോ, അവരെക്കാൾ ഉന്നതമായ പ്രതിഫലം ഈ സമാനിൽ ഇഖ്ലാസോടെ പ്രവർത്തിക്കുന്നവർക്ക് പടച്ച റബ്ബ് തരും എന്ന് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ വാക്ക് നമുക്ക് ഇൻഷാ അല്ലാഹ് സന്തോഷകരമായി ലഭിക്കാൻ പറ്റുന്ന രീതിയിൽ ഇതിനെ ക്രമീകരിക്കണം. മുസാനദയുമായി ബന്ധപ്പെട്ട് നമ്മൾ വലിയ സഹായങ്ങൾ നൽകിയിട്ടുള്ളത് ശരിയാണ്. പക്ഷെ അതിലേക്ക് പണം പിരിക്കാൻ വേണ്ടി താഴെ തട്ടിൽ വലിയ ത്യാഗം ചെയ്തു എന്നൊന്നും പറയാനുണ്ടാവില്ല. എന്താ പറഞ്ഞവർക്ക് തിരിയാൻ വലിയ ത്യാഗമാണ്. ഒരു വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് വാട്സപ്പിലൂടെ പിരിവാഴ്ത്താൻ വല്ല ത്യാഗമുണ്ടോ? പള്ളിയിൽ ഒരു ബക്കറ്റ് പിടിക്കാൻ വല്ല ത്യാഗമുണ്ടോ? വലിയ ത്യാഗമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് 40, 50, 60, 70 ലക്ഷമൊക്കെ ഓരോ കൊല്ലം കിട്ടിക്കൊണ്ടിരിക്കുക. എല്ലാ മാസവും സെക്രട്ടേറിയറ്റ് യോഗം നടക്കുമ്പോഴോ അല്ലാത്ത ഘട്ടങ്ങളിലുമായി യൂണിറ്റ് തലത്തിൽ നിന്ന് വരുന്ന ഒരു അപേക്ഷ പോലും തള്ളിയിട്ടില്ല, ഒക്കെ കൊടുക്കലാണ്. എങ്ങനെ കൊടുക്കാൻ കഴിയും? ജനങ്ങളിൽ നിന്ന് ഇത് സമാഹരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ജനങ്ങളെ സഹായിക്കുന്ന വിഷയത്തിൽ പ്രത്യേകിച്ച് രോഗബാധിതരായ ആളുകൾക്ക് ചികിത്സക്ക് പണം നൽകാനാണ് എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ആളുകൾക്ക് പള്ളിക്ക് ചോദിച്ചാൽ കിട്ടിക്കോളുന്നില്ല. ഒരു പള്ളിക്ക് ചോദിച്ചാൽ കിട്ടിക്കോളുന്നില്ല. സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ തങ്ങളുള്ള കാലത്ത് ഒരു പള്ളിക്ക് വേണ്ടി തങ്ങളും ഞാനും ഒന്നിച്ചു നിന്ന് ഒരു വീഡിയോ കൊടുത്തു. തങ്ങളും ഞാനും ഒന്നിച്ചുള്ള ഒരു വീഡിയോ വെച്ച് കൊടുത്തു. തങ്ങളെ പരിചയക്കാരനാകുന്ന ഒരാൾ തങ്ങളെ കയ്യിൽ 5 ലക്ഷം രൂപ കൊണ്ടുവന്ന് കൊടുത്തു എന്നത് കഴിഞ്ഞാൽ വേറെ അതിലേക്ക് ഒന്നും മതിയില്ല. എന്നാൽ ഒരു രോഗിയെ സഹായിക്കാൻ വേണ്ടി, ആ രോഗിയാണെങ്കിലോ വളരെ കഷ്ടപ്പെടുന്ന കുടുംബമാണ്, അവർക്ക് വീട് പോലുമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒറ്റക്കൊരു വീഡിയോ വിട്ടപ്പോഴോ ആ രോഗിക്ക് വേണ്ട ചികിത്സാ ചെലവ് ലക്ഷങ്ങൾ മുഴുവനും കിട്ടി. ഒരു വീടുണ്ടാക്കാനും പൈസ ഉണ്ടായി. അതിന്റെ പുറമെ കുറച്ച് പൈസ ബാക്കി വന്നു. അത് ജനങ്ങളെ മനസ്സിപ്പോൾ അങ്ങനെയാണ്. വീടുണ്ടാക്കി കൊടുക്കുക, ചികിത്സാ കാര്യങ്ങൾ, ഇതിലേക്കൊക്കെ നന്നായി അങ്ങനെ കൊടുക്കും. അപ്പൊ ഈ വർഷത്തെ പുതിയ സംവിധാനത്തിലൂടെ നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ മലപ്പുറം ഈസ്റ്റ് ജില്ലയിൽ 65 വീടുകൾ നമുക്ക് നിർമ്മിക്കണം. ജില്ലയിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് 65 വീടുകൾ നിർമ്മിക്കാം. എല്ലാ വർഷവും മുസാഅദയിലൂടെ നമ്മൾ ലക്ഷക്കണക്കിന് രൂപ നൽകി 5 കോടിയിലേറെ ഇപ്പോൾ തന്നെ സഹായം കൊടുത്തു കഴിഞ്ഞു. 9 വീടുകൾ നമ്മൾ ഹൈദരലി ശിഹാബ് തങ്ങളുടെ പേരിൽ നമ്മൾ നിർമ്മിക്കാൻ തീരുമാനിച്ചു. മണ്ഡലത്തിൽ ഒരു വീട്, 6 വീടിന്റെയും പണി കഴിഞ്ഞ് താക്കോൽ കൊടുത്തു. 3 വീടിന്റെ പണി ഉടനെ പൂർത്തീകരിച്ച് അത് സമർപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് പഞ്ചായത്തിൽ ഒരു വീട് എന്നതാണ്. ഇതെല്ലാം കൂടിയാകുമ്പോൾ അടുത്ത ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള അയ്യാമുൽ അശ്റിൽ നമ്മൾ അല്പം വിശാലമായി തന്നെ ഈ പദ്ധതിയെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്ത് ഒരു 5 കോടി രൂപയെങ്കിലും ഈ വർഷം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അതിനുവേണ്ടി യൂണിറ്റ് തലത്തിലുള്ള പ്രിയപ്പെട്ട SYSന്റെ പ്രസിഡന്റ് സെക്രട്ടറിമാരടക്കമുള്ള ആളുകളെ 24-ാം തീയതി വെള്ളിയാഴ്ച മഞ്ചേരിയിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങളുടെ കയ്യിൽ ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട കത്തുകൾ ഏൽപ്പിക്കും. അത് നിങ്ങളുടെ പരിചയത്തിലും പരിസരത്തുമുള്ള നമ്മുടെ സംഘടനാ പ്രവർത്തകന്മാർ, SYSന്റെ പഞ്ചായത്ത് ഭാരവാഹികൾ, അവരിലൂടെ അത് യൂണിറ്റിലേക്ക് വേഗം എത്തിക്കുകയും എത്തിയോ ഇല്ലേ എന്നിങ്ങനെ ഉറപ്പ് വരുത്തുന്ന കാര്യം നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം. ജില്ലാ നേതാക്കളും പഞ്ചായത്ത് മണ്ഡല നേതാക്കന്മാരൊക്കെ ഉണ്ടാകും. അതിന്റെ പുറമെ യൂണിറ്റിൽ നിന്ന് 2 ആൾ എന്തായാലും വരണം. മഞ്ചേരി തുറക്കൽ ജുമാ മസ്ജിദിന്റെ സമീപമുള്ള ആ വിശാലമായ ഓഡിറ്റോറിയത്തിൽ അസ്ർ നിസ്കരിക്കാൻ എത്തിച്ചേർന്നും അതിനു മുമ്പ് പിരിച്ചുവിടുകയും ചെയ്യും. ഒരു ജില്ലാ തലത്തിലെ മുസാഅദയുടെ വലിയ ഒരു സംഘവും
അതിൽ വെച്ച് നമ്മുടെ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുകയും അനുബന്ധമായ കാര്യങ്ങളും ഉത്ബോധനങ്ങളും ആവശ്യമാകുന്ന ക്ലാസ്സുകളൊക്കെ നൽകും. 24-ാം തീയതി തുറക്കൽ മഞ്ചേരിയിൽ വെച്ച് നടക്കുന്ന ആ ഒരു പരിപാടിയിൽ എല്ലാ ആളുകളും വന്നു ചേരുമ്പോൾ വിശാലമായി നമ്മുടെ നേതാക്കന്മാർ അവിടെ വെച്ച് കാര്യങ്ങൾ പറയും. ഇന്ന് നമ്മുടെ ഈ ഒരു പരിപാടി മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിന് നേതൃത്വം നൽകേണ്ട IT മേഖലയിലെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരും ഉസാനതയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കൊക്കെ എല്ലാ നേതൃത്വവും നൽകേണ്ട പ്രിയപ്പെട്ട നമ്മുടെ സംഘടന ചുമതലയുള്ള ആളുകളൊക്കെ തന്നെയാണ് ഇവിടെയുള്ളത്. ഈ മഹത്തായ സദസ്സിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ തങ്ങൾ അവർ എത്തിച്ചേരുകയും ചെയ്തു. അല്ലാഹു ബഹുമാനപ്പെട്ട സയ്യിദ് അവർക്ക്, നമ്മുടെ നേതാക്കൾക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.